ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്ന ചാർക്കട്ട്സ് ജോയിൻസിനെ പറ്റിയാണ്. ഇത് ഡയബറ്റിക് ഫുട്ട് അൾസർ അല്ലെങ്കിൽ ക്രോണിക് നോൺ ഹീലിംഗ് അൾസർ, കരിയാത്ത പ്രമേഹമുള്ള മുറിവിനെ പറ്റി ആ ഒരു സീരീസ് ടോക്കിലെ അവസാനത്തെ ടോക്കാണ്. അപ്പോൾ ഈ ടോക്കിൽ ഞാൻ പറയുന്ന ടോപ്പിക്ക് ചാർക്കട്ട്സ് ജോയിൻറ്റ്. അപ്പം അത് പലപ്പോഴും സെൻസറി ജോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് സെൻസേഷൻ നഷ്ടപ്പെട്ട ഒരു കാലിൻ്റെ ഒരു അവസ്ഥയാണ് ചാർക്കട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. പലപ്പോഴും നമ്മൾ ചാർക്കട്ട് ജോയിൻറ്റ്സ് രോഗി അറിയുന്നില്ല, പലപ്പോഴും ട്രീറ്റിംഗ് ഫിസിഷ്യനും അറിയണമെന്നില്ല. അത് നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മളത് കണ്ടുപിടിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ടോട്ടൽ ലോസ് ഓഫ് സെൻസേഷൻ, ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ. അപ്പോൾ സെൻസേഷൻ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ട് മോട്ടോർ നടക്കാൻ തന്നെ പ്രയാസപ്പെടുന്നു. അപ്പോൾ എന്നാ കാണിക്കും, കാലിൻ്റെ ജോയിൻസുകൾ, അപ്പം ചെറിയ ചെറിയ ജോയിൻസ് കാലിന് പലതുണ്ട്. അപ്പം ടാർസൽ ബോൺസ് ഉണ്ട്, മെറ്റാടാർസൽ ബോൺസ് ഉണ്ട്, അപ്പം അതുകൂടാതെ ആംഗിൾ ജോയിൻ്റ്. അപ്പോൾ ഈ ജോയിൻറ്റിലെ ബോൺസ് എല്ലാം ഡിസ്ലൊക്കേറ്റ് ആവും. അപ്പം ചാർക്കട്ട് ജോയിൻറ്റിൽ പ്രധാനമായിട്ട് സെൻസറി ലോസ് വരുന്നതുകൊണ്ട് നമുക്ക് ബോണുകൾ ഡിസ്ലൊക്കേറ്റ് ആവുന്നു. അപ്പോൾ ബോണുകൾ ഡിസ്ലൊക്കേറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് നടക്കുമ്പം നമുക്ക് വീഴാനും അതുകൂടാതെ ഫർദർ ഡാമേജ്, ഒരു ഫ്രാക്ചർ വരാൻ ചാൻസ് കൂടുതലാണ്. പലപ്പോഴും രോഗി നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേനും ഒരു മുഴയായിട്ടായിരിക്കും വരും. ചിലപ്പോൾ ആ ബോൺ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് കാലിൻ്റെ ഒരു സൈഡിലേക്ക് വന്ന് തള്ളിയിട്ട് മുറിവായിട്ടായിരിക്കും വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ മുറിവ് ഡ്രസ്സ് കാണിക്കും. പലപ്പോഴും നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പം ബോൺ ഡാമേജ് ഉണ്ട്, അതുകൊണ്ട് ഡിസ്ലൊക്കേഷൻ ഉണ്ട്. അപ്പം ഈ ചാർക്കട്ട് ജോയിൻറ്റ് ട്രീറ്റ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ഓർത്തോപെഡിക് സർജൻ ഉണ്ടാവും, നമ്മുടെ ജനറൽ സർജൻ ഉണ്ടാവും, ഫുഡ് സർജൻ ഉണ്ടാവും, അതുകൂടെ ഡയബറ്റോളജിസ്റ്റ്, ഇവർ അല്ലെങ്കിൽ എൻഡോക്രിനോളജിസ്റ്റ്, ഇവർ 3-4 പേരാണ് കൂടിയായിരിക്കും ട്രീറ്റ് ചെയ്യുക. കാരണം പലപ്പോഴും നമ്മൾ ഈ ഡിസ്ലൊക്കേറ്റ് ചെയ്ത ബോൺ അതിനെ എടുത്ത് കളയും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ നെയിലിങ്, നെയിലിംഗ് ഒക്കെ ഉണ്ട് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ജോയിൻറ്റുകൾ. അപ്പം പലപ്പോഴും രോഗി അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെയാണ് ഒരു കാലിന് ഒരു ചെറിയ മുറിവെന്ന് ഡിസ്ലൊക്കേറ്റ് നല്ല പെയിൻ വരും. അപ്പം തന്നെ നമ്മളറിയും. പലപ്പോഴും പേഷ്യൻ്റ് അറിയുന്നുണ്ടാവില്ല ഈ ഡിസ്ലൊക്കേറ്റ് ചെയ്ത ഡാമേജ് വന്ന്. അവർ ഈ കാലും വെച്ച് നടക്കുമ്പോൾ ഓൾറെഡി കാലിൻ്റെ ആർച്ച് പോയിട്ടുണ്ട്, അതിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് മാറിയിട്ടുണ്ട്, പ്രോപ്പറായുള്ള ചപ്പൽ, നോർമൽ ചപ്പൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ ബോണുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ വീണു, ഒരു പരിക്ക് പറ്റിയായിരിക്കും രോഗി വരുന്നത്. അന്നേരം നമ്മൾ നോക്കുമ്പോഴാണ് കാലിൻ്റെ ഷേപ്പ് ഓൾട്ടേഡ് ആണ്. അപ്പോൾ ഒരു എക്സ്റേ നോക്കുമ്പോൾ അത് ചാർക്കട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്, ടോട്ടൽ സെൻസറി ലോസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എന്ന് വെച്ചാൽ അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് അതിനകത്ത് വേണ്ടത്. നമ്മളത് ഓർത്തോപെഡീഷ്യനും പ്ലസ് പോഡിയാട്രിക് സർജനുടെ കൂടി നമ്മൾ ചില ബോണുകൾ അത് കേവേ റിവേജ് ഫിക്സ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നോർമൽ ആർച്ച് ഉണ്ടാക്കേണ്ടി വരും. പിന്നെയുള്ള പ്രോപ്പറായുള്ള ചപ്പലുകൾ, കാരണം അവർക്ക് ഇനി ജീവിതകാലം മുഴുവൻ ചാർക്കട്ട് ജോയിൻറ്റ്സ് ഉള്ളവർക്ക് നമുക്ക് ലിംബിൻ്റെ ഷേപ്പ് പോയി സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് ഓർത്തോട്ടിക് ചപ്പൽ ഉപയോഗിച്ച് നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യാനും വീണ്ടും മുറിവുണ്ടാകാനും വീണ്ടും വീഴ്ചകൾ ഉണ്ടാകാനും സാധിക്കും. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ലോസ് അത് പിന്നെ ഒരിക്കലും റീഗെയിൻ ചെയ്യുന്നില്ല. കാരണം ആദ്യം സെൻസേഷനെ പോയി, പ്രഷറില്ല, ടച്ചില്ല, പെയിനില്ല, ടെമ്പറേച്ചർ ഇല്ല, ഒരു സെൻസേഷനില്ല, വൈബ്രേഷനും പോയി. പിന്നെയുള്ള മോട്ടോർ വീക്ക്നെസ്സും ഉണ്ടാവും. കാരണം നടക്കുമ്പോൾ കാഫ് മസിലോട്ട് അല്ലെങ്കിൽ ആംഗിൾ ജോയിൻറ്റോട്ട് ഒട്ടും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് പ്രോപ്പറായുള്ള ഓർത്തോട്ടിക് ചപ്പൽ ഉപയോഗിച്ച് കാലിന് നല്ല സപ്പോർട്ട് കൊടുത്ത് ആർച്ച് പറ്റത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് ഡിസ്ലൊക്കേറ്റ് ബോൺ ഫിക്സ് ചെയ്ത് അങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്താൽ അവർക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പലപ്പോഴും വീഴുകയും വലിയ മുറിവുണ്ടാകുകയും കാലിന് ഫ്രാക്ചർ വരാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ബോൺ ഡാമേജ്ഡ് ആണ്, ബോണിന് ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്, ബലം കുറഞ്ഞു, ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാലും ചാർക്കട്ട് ജോയിൻറ്റ് വന്നേക്കുന്നത് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയും. നമ്മളെ കാലിൻ്റെ സോളയിലോ പുറമേ ഒരു മുറിവ് അകത്തേക്ക് ബോൺ വരെ എത്തി ബോൺ ഡാമേജ് വരാറുണ്ട്. അപ്പം ബോൺ ഓസ്റ്റിയോമൈലൈറ്റിസ് വരുമ്പോൾ അത് രണ്ട് അസുഖങ്ങളാണ്. ബോൺ ഓസ്റ്റിയോമൈലൈറ്റിസ് ഇൻഫെക്ഷൻ മൂലം വരുന്നതാണ്. ചാർക്കട്ട് ജോയിൻറ്റ് ഡയബറ്റിക് പേഷ്യൻറ്റ് സെൻസറി ലോസ് മൂലം വരുന്നത്. കാരണം അവർക്ക് മസിൽ പവർ പോയി, ടെൻഡനൊക്കെ വീക്കായി, അതുകൊണ്ട് കാല് നടന്ന് വല്ലാത്തൊരു പൊസിഷന് വല്ലാത്തൊരു ഷേപ്പിലേക്ക് മാറുമ്പോഴത്തേനും ബോൺ ഡിസ്ലൊക്കേഷൻ വരുന്നു. ബോൺ ഡിസ്ലൊക്കേറ്റ് ചെയ്തതിന് ഷേപ്പ് മാറുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തോപെഡിക് സർജനും ഫുഡ് സർജനും ഡയബറ്റോളജിസ്റ്റും ഒന്നിച്ചിരുന്ന് ചികിത്സിക്കേണ്ട ഒരു കേസാണ്. അത് നല്ല പരിചയം വേണം. നമ്മൾ ആഫ്റ്റർ എക്സ്റേ ഡയഗ്നോസിന് കൂടാതെ MRI എടുക്കണം, കൂടാതെ അത് കേവെയർ ഫിക്സേഷൻ നമ്മൾ ചെയ്ത് ജോയിൻറ്റ് ഫിക്സ് ചെയ്യണം, പ്രോപ്പറായുള്ള ഓർത്തോട്ടിക് ചപ്പലുകൾ ഉപയോഗിച്ച് നടക്കാം, കൂടാതെ ഷുഗർ കൺട്രോൾ. അപ്പം ചാർക്കട്ട് ജോയിൻറ്റ് പലപ്പോഴും ഡയഗ്നോസ് ലേറ്റ് ആയിരിക്കും, പേഷ്യൻ്റ് സെൻസേഷൻ ആ പേഷ്യൻ്റ് വരുന്ന ലേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഫ്രാക്ചറായിട്ടായിരിക്കും വരിക, ചിലപ്പോൾ ഒരു നോൺ ഹീലിംഗ് അൾസറായിട്ടായിരിക്കും വരിക. പിന്നെ നമ്മൾ എക്സ്റേ നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ MRI എടുത്തിട്ട് ബോണിൻ്റെ അനാറ്റമിയൊക്കെ ഒന്നും കൂടെ നോക്കി ബോണിൻ്റെ ഇപ്പോഴത്തെ ഷേപ്പും ഇപ്പോഴത്തെ ഡിസ്ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ബോൺ ഫിക്സേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ആവശ്യമില്ലാത്ത ബോണുകൾ നമുക്ക് വേണ്ടാത്ത എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കൃത്യ രീതിയിൽ ബോണ് നമുക്ക് അതിൻ്റെ ഷേപ്പ് കാലിൻ്റെ ഉണ്ടാക്കി അവരെ പ്രോപ്പറായിട്ട് ചപ്പല വെച്ച് നടത്താനും കൂടുതൽ പരുക്കൾ വരുന്ന ഒഴിവാക്കാനും സാധിക്കും. താങ്ക് യു.